സിനിമാ നടന്മാർ നല്ല ഡയറക്ടേഴ്സ് കൂടിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് പലരും. പക്ഷേ ഡയറക്ടേഴ്സിൽ നിന്നും ആക്ടേഴ്സായി മാറുക എന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ ഡയറക്ടേഴ്സിൽ നിന്നും ആക്ടേഴ്സ് ആയാലും ഇന്നത്തെ സിറ്റുവേഷനിൽ സസ്റ്റെയിൻ ചെയ്യുക ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. ഇവിടെ ഡയറക്ടേഴ്സിനെ ആക്ടേഴ്സായി ഓഡിയൻസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നമല്ല. അത്തരത്തിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഡയറക്ടറായും ആക്ടറായും നമ്മളെ ഞെട്ടിച്ച ആളാണ് ബേസിൽ ജോസഫ്. ബേസിലിൻ്റേത് ഒരു അസാധ്യ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. എങ്ങനെയായിരുന്നു ബേസിലിൻ്റെ ജേണി എന്ന് നോക്കാം. എല്ലാവർക്കും സിപിഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ കോളേജ് കാലത്ത് ഫ്രണ്ട്സുമായി ചേർന്ന് ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് സിനിമയോട് അതിയായ ആഗ്രഹത്തോടുകൂടി തൻ്റെ കരിയർ ആരംഭിക്കുന്നു. റൈറ്റിംഗ്, ഡയറക്ഷൻ, ആക്ടിംഗ് എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളിലെയും തൻ്റെതായ കഴിവ് തെളിയിക്കുന്നു. അങ്ങനെ 2013 വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ വന്ന തിര എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. അതേ വർഷം വന്ന അപ്പ് ആൻഡ് ഡൗൺ, സൈലൻസ് തുടങ്ങിയ സിനിമകളിൽ ചെറിയ റോളുകൾ ചെയ്യുന്നു. തുടർന്ന് 2014 ഹോംലി മീൽസ് എന്ന് പറയുന്ന സിനിമയിലും ഒരു ക്യാരക്ടർ ചെയ്യുന്നു. 2015 ബേസിൽ ജോസഫിന്റെ ഡയറക്ഷനിൽ ആദ്യ സിനിമ കുഞ്ഞിരാമായണം റിലീസാവുന്നു. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജുവും ബിജു മേനോനും ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചഭിനയിച്ച ചിത്രം. ഒരു ഗ്രാമത്തിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളുടെ കഥ പറയുന്ന കുഞ്ഞിരാമായണം മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമയായി മാറി. ഈ സിനിമയിൽ ബേസിലും ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞിരാമായണത്തിലൂടെ മലയാളത്തിന് ലഭിച്ചത് ഒരു ടാലന്റഡ് നവാഗത സംവിധായകനെയായിരുന്നു. തുടർന്ന് 2017 ബേസിലിന്റെ ഡയറക്ഷനിൽ അടുത്ത പടം വന്നു, ഗോദ. തികച്ചും വ്യത്യസ്തമായ ഒരു കഥയിലൂടെ വളരെ എൻഗേജിംഗ് ആയി കണ്ടിരിക്കാവുന്ന ഒരു കിടിലൻ സ്പോർട്സ് ഡ്രാമ. ടൊവിനോ തോമസ് നായകനായ ഗോദ ബേസിൽ ജോസഫ് എന്ന ഡയറക്ടറിന്റെ പേര് ഒന്നുകൂടി മലയാളത്തിൽ ഉറപ്പിച്ചു. ഗോദയിലും ബേസിൽ അഭിനയിക്കാൻ മറന്നില്ല. ചെറിയൊരു റോളിൽ ബേസിൽ എത്തിയിരുന്നു. ശേഷം അതേ വർഷം തന്നെ റിലീസായ ടൊവിനോയുടെ മായാനദിയിലും ബേസിൽ ഒരു ക്യാമിയോ റോൾ ചെയ്തിരുന്നു. പിന്നീട് 2018 റോസാപ്പൂ, പടയോട്ടം, നിത്യഹരിത നായകൻ തുടങ്ങിയ സിനിമകളിൽ ചെറിയ റോളുകൾ ചെയ്തിരുന്നു. 2019 വൈറസ്, കക്ഷി അമ്മിണിപ്പിള്ള, ലവ് ആക്ഷൻ ഡ്രാമ, ഓർമ്മയിൽ ഒരു ശിശിരം, മനോഹരം, കെട്ടിയോളാണ് എൻ്റെ മാലാക, മറിയം വന്നു വിളക്കൂതി തുടങ്ങിയ സിനിമകളിലും ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. 2020 ഗൗതമന്റെ രഥം, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തുടങ്ങിയ സിനിമകളിലും ചെറിയ റോളുകൾ ചെയ്തു വന്നു. 2021 ജോജി, ആണും പെണ്ണും തുടങ്ങിയ സിനിമകളിലും ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. 2021 ബേസിലിന്റെ ഡയറക്ഷനിൽ വന്ന മൂന്നാമത്തെ സിനിമയായിരുന്നു മിന്നൽ മുരളി. വലിയ സ്കെയിലിൽ വന്ന സിനിമ വലിയൊരു ഹിറ്റായി മാറി. നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസായ സിനിമ ബേസിൽ ജോസഫ് എന്ന ഡയറക്ടറിന്റെ കഴിവ് ലോകമെമ്പാടുമുള്ള സിനിമാ ലവേഴ്സിന് കാണിച്ചു കൊടുത്തു. മിന്നൽ മുരളിയിലൂടെ ബേസിൽ മലയാളിക്ക് തന്നത് പുതിയൊരു സൂപ്പർ ഹീറോയായിരുന്നു. അങ്ങനെ വെറും 3 സിനിമകൾ മാത്രം ഡയറക്റ്റ് ചെയ്ത് ഹിറ്റ് തന്ന ബേസിലിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. തന്റെ ആഗ്രഹം പോലെ തന്നെ മിന്നൽ മുരളിയിലും ബേസിൽ അഭിനയിച്ചിരുന്നു. ഇപ്പറഞ്ഞ സിനിമകളിലൊക്കെ ചെറിയ റോളുകൾ ചെയ്ത ബേസിൽ ജോസഫിനെ ലീഡ് റോളിൽ കൊണ്ടുവന്ന സിനിമയായിരുന്നു 2021 വന്ന ജാനേമൻ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഡയറക്റ്റ് ചെയ്ത ചിദംബരത്തിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ജാനേമൻ. എമോഷണലി എല്ലാവരെയും കണക്ട് ചെയ്തതും അത്യാവശ്യം കോമഡിയും വർക്കൗട്ടായ സിനിമയായിരുന്നു ജാനേമൻ. ബേസിൽ ജോസഫ് എന്ന ആക്ടറിന്റെ ആക്ടിംഗ് പൊട്ടൻഷ്യൽ കാണിച്ചു തന്ന സിനിമ കൂടിയായിരുന്നു ജാനേമൻ. അങ്ങനെ ഈ ഒരു സിനിമ ലീഡ് റോൾ ചെയ്തതുകൊണ്ട് മാത്രം ബേസിൽ മാറി നിന്നില്ല. തുടർന്ന് 2022 ഡിയർ ഫ്രണ്ട്, നാത്താൻ കേസുകോട്, ജാക്ക് ആൻഡ് ജിൽ, ഉല്ലാസം, നോ വേ ഔട്ട്, മുകുന്ദനുണ്ണി അസോസിയേറ്റ് തുടങ്ങിയ സിനിമകളിലും ചെറിയ റോളുകൾ ചെയ്തു. അതേ വർഷം, അതായത് 2022 ബേസിൽ നായകനായി 2 സിനിമകൾ വന്നു, പാൽത്തു ജാൻവർ, ജയ 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 ഹേ. മഹേഷിന്റെ പ്രതികാരത്തിൽ തുടങ്ങി പ്രേമലു വരെയുള്ള ഹിറ്റ് ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ദിലീഷ് പോത്തന്റെയും ഫഹദ് ഫാസിലിന്റെയും ശ്യാം പുഷ്കരന്റെയും ഭാവന സ്റ്റുഡിയോസ് ആയിരുന്നു ബേസിലിന്റെ പാൽത്തു ജാൻവറും പ്രൊഡ്യൂസ് ചെയ്തത്. ഇയോബിന്റെ പുസ്തകം, CIA, ജൂൺ തുടങ്ങിയ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത സംഗീത് പി രാജന്റെ ഡയറക്ഷനിൽ വന്ന ആദ്യ സിനിമ കൂടിയായിരുന്നു പാൽത്തു ജാൻവർ. ബേസിലിലെ പെർഫോമർ കാണിച്ചു തന്ന നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു അത്. പക്ഷെ നേരെ മറിച്ച് ജയ 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 ഹേയിലേക്ക് വന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു പവർഫുൾ ക്യാരക്ടറായിരുന്നു ബേസിലിൻ്റേത്. മുദ്ദുകൗ, അന്താശിരി തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വിപിൻ ദാസ് ഡയറക്ഷൻ വന്ന മൂന്നാമത്തെ സിനിമ കൂടിയായിരുന്നു ഇത്. എന്തായാലും ഈ ഒരു സിനിമയും ബേസിലിലെ ആക്ടറിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി. തുടർന്ന് 2023 എങ്കിലും ചന്ദ്രികയെ, പൂക്കാലം തുടങ്ങിയ സിനിമകളിലും ചെറിയ റോളുകൾ ചെയ്തു. അതേ വർഷം, അതായത് 2023 ബേസിൽ ജോസഫ് നായകനായി വീണ്ടും 2 സിനിമകൾ വന്നു, കഠിന കടോരമി, അണ്ടകടാഹം, ഫാലിമി. റീസെന്റായി റിലീസിനെത്തി വമ്പൻ ഹിറ്റായ വള എന്ന സിനിമയുടെ ഡയറക്ടർ മൊഹാസിന്റെ ഫസ്റ്റ് പടമായിരുന്നു കഠിന കടോരമി, അണ്ടകടാഹം. കൊറോണ ടൈമിലെ ഇവന്റ്സിനെ ബേസ് ചെയ്തുള്ള സിനിമയിൽ ബേസിലിന്റെ ക്യാരക്ടർ വളരെ എമോഷണലി കണക്റ്റായ ഒന്നു തന്നെയായിരുന്നു.
എന്നിട്ട് നിങ്ങളെ പോലെ തോറ്റ പ്രവാസിയായിട്ട് ഞാൻ ജീവിതം അവിടെ തീർക്കാം. ഇവരോട് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഫാലിമി. അകൽച്ചകളും അബദ്ധങ്ങളും നിറഞ്ഞ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞ ഫാലിമിയിൽ ബേസിൽ ജോസഫിന്റെ ആക്ടിംഗ് അസാധ്യമായിരുന്നു എന്ന് പറയാം. അങ്ങനെ 2024 വർഷങ്ങൾക്ക് ശേഷം വാഴ, അജയന്റെ രണ്ടാം മോഷണം, കപ്പ് തുടങ്ങിയ സിനിമകളിലും ചെറിയ ചെറിയ റോളുകൾ ചെയ്തിരുന്നു. അതേ വർഷം വീണ്ടും ബേസിൽ നായകനായ 3 സിനിമകൾ വന്നു. ഗുരുവായൂർ അമ്പലനടയിൽ, നുണക്കുഴി, സൂക്ഷ്മദർശിനി. ജയ 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 ഹേ ചെയ്ത വിപിൻ ദാസിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ് ബേസിൽ കോംബോയിൽ വന്ന ഒരു അടിപൊളി കോമഡി സിനിമയായിരുന്നു ഇത്. ഇതോടുകൂടി ബേസിൽ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി മാറി. ജീത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ വന്ന പടമായിരുന്നു നുണക്കുഴി. ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലർ ജോണറിൽ വന്ന സിനിമയിൽ ബേസിലും ഗ്രേസ് ആന്റണിയും തകർത്ത് അഭിനയിച്ചിരുന്നു. ടൈറ്റിൽ പോലെ തന്നെ നുണകളുടെ സീനുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു കോമഡി പടമായിരുന്നു അത്. MC ജിതിന്റെ ഡയറക്ഷനിൽ ബേസിൽ നസ്രിയ കോംബോയിൽ വന്ന ത്രില്ലർ മിസ്റ്ററി സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. ബേസിലിന് കോമഡിയിൽ മാത്രമല്ല സൈക്കോ ഷമ്മിയെ പോലെ സീരിയസ് ആയ ക്യാരക്ടർ റോളും ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി തന്ന സിനിമ കൂടിയായിരുന്നു ഇത്. ഈ ഒരു സിനിമയിൽ ബേസിൽ അപാര പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ 2025 ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ സിനിമയിൽ ചെറിയൊരു റോൾ ചെയ്യുന്നു. 2025 ബേസിൽ നായകനായി 3 സിനിമകൾ വന്നു. പ്രാവിൻ കൂടുശാപ്പ്, പൊന്മാൻ, മരണമാസ്. ശ്രീരാജ് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ ബേസിൽ ജോസഫും സൗബിൻ ഷാഹിറും അഭിനയിച്ച സിനിമയായിരുന്നു പ്രാവിൻ കൂടുശാപ്പ്. ഒരു രാത്രിയിൽ കള്ളുഷാപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളുടെ കഥ പറഞ്ഞ സിനിമ ഒരു കോമഡി ക്രൈം ത്രില്ലറായിരുന്നു. സിനിമയിൽ പോലീസായിട്ടാണ് ബേസിൽ ജോസഫ് എത്തിയത്. ഈ ഒരു സിനിമയിൽ ബേസിലിന്റെ ക്യാരക്ടർ ആർക്ക് വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയാം. ജ്യോതി ശങ്കറിന്റെ ഡയറക്ഷനിൽ ബേസിൽ നായകനായി വന്ന കോമഡി ത്രില്ലർ പടമായിരുന്നു പൊന്മാൻ. സിനിമ തിയേറ്ററിലും OTTയിലും നല്ല റിവ്യൂസ് നേടിയിരുന്നു. ബേസിൽ ഈ ഒരു സിനിമയിൽ PP അജേഷ് എന്നൊരു ക്യാരക്ടറായിരുന്നു ചെയ്തിരുന്നത്. സിനിമയിലെ ഡയലോഗുകളും പാട്ടുകളും ഇൻസ്റ്റാ റീലുകളിൽ ട്രെൻഡിംഗ് ആയിരുന്നു. ഏതാണ്ട് ബേസിലിന്റെ കരിയറിൽ റീസെന്റായി വന്ന ഒത്തിരി ഫാൻ ബേസ് ഉള്ള കഥാപാത്രമാണ് PP അജേഷ്. ഈ ഒരു സിനിമയിൽ റിലേറ്റബിളായ ക്യാരക്ടറിലൂടെ ബേസിൽ ജോസഫ് എന്ന നടൻ ഒന്നുകൂടി പെർഫോമർ ആണെന്ന് തെളിയിച്ചു. ഇതിൽ നിന്നുമൊക്കെ മാറി എൻ്റർലി ഡിഫറൻ്റ് ആയ ഒരു ക്യാരക്ടറായിരുന്നു മരണമാസ് എന്ന സിനിമയിലേത്. ശിവപ്രസാദിന്റെ ഡയറക്ഷനിൽ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു മരണമാസ്. ബ്ലാക്ക് കോമഡി ജോണറിൽ വന്ന സിനിമയിൽ ലൂക്ക് എന്നൊരു കഥാപാത്രമാണ് ബേസിൽ അവതരിപ്പിച്ചത്. അത്യാവശ്യം ചെറിയ കോമഡികൾ വർക്കൗട്ട് ആയിരുന്നു. അതും ഒരു നല്ല സിനിമയായിരുന്നു. ചേട്ടനറിയോ, ഞാൻ ആരെയൊക്കെ സഹായിക്കാൻ ചെന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഞാൻ ശല്യമായി മാറിയിട്ടുള്ളൂ. ഡയറക്ടർ, ആക്ടറിൽ നിന്നും പ്രൊഡ്യൂസർ എന്ന നിലയിലേക്കും മാറുകയാണ് ബേസിൽ. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സ് എന്ന പേരിൽ പ്രൊഡക്ഷൻ കമ്പനി കൂടെ തുടങ്ങിയിരിക്കുകയാണ്. ബേസിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ആദ്യ സിനിമയാണ് അതിരടി. ടൊവിനോയും വിനീതും ബേസിലും ഒരുമിച്ചുള്ള ഈ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ വളരെ ഹോപ്പ് തരുന്നുണ്ട്. എന്തായാലും അതിരടി ടൈറ്റിൽ പോലെ തന്നെ പവർ പാക്ഡ് സിനിമയാവുമെന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ 2026 ജനുവരിയിൽ റിലീസിനെത്തുന്ന ശിവകാർത്തികേയൻ നായകനാവുന്ന പരാശക്തി എന്ന തമിഴ് സിനിമയിലും ബേസിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും 2026 ബേസിൽ ജോസഫ് നമ്മളെ ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. മിന്നൽ മുരളി 2ന്റെ അപ്ഡേഷൻസും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വെറും 3 സിനിമകൾ മാത്രം ഡയറക്റ്റ് ചെയ്ത് ഇത്രയധികം സിനിമകളിൽ ഒരു മികച്ച നടനായി മാറി ഇന്നും നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുകയാണ് ബേസിൽ ജോസഫ്. ബേസിലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ ഡ്യൂഡ് മൂവി റോസ്റ്റ്, എന്തുകൊണ്ട് റീ റിലീസ്, വാട്ട് ഹാപ്പൻഡ് ടു ദുൽഖർ സൽമാൻ, ഹയസ്റ്റ് ഗ്രോസിംഗ് തമിഴ് മൂവീസ് എന്നീ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.